It is only a അല്ല, matter of അങ്ങനെയാണെങ്കിൽ പിന്നെ time. ശ്രീ സജിമോൻ ആന്റണി, പക്ഷേ ട്രംപിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആണവായുധം ഈ ഭീകര രാഷ്ട്രത്തിന്റെ കൈവശം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് ആണവ നിർവ്യാപനം സാധ്യമായിട്ടുണ്ട് ഇതിനകമെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനത്തിൽ ഇത് അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആക്രമണം എന്ന് പറയുമ്പോൾ അത് ദീർഘദൂര മിസൈൽ പരീക്ഷണം നടത്തും, മിസൈലുകൾ വികസിപ്പിച്ചെടുക്കും, ദീർഘദൂര മിസൈലുകൾ. അതാണോ ട്രംപ് ഉദ്ദേശിക്കുന്നത്? അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിൽ ഇറാൻ ആ രീതിയിലുള്ള മിസൈൽ രൂപകൽപ്പനയിലേക്ക് പോകുന്നു എന്നുള്ളതാണോ ട്രംപിന്റെ ഈ പ്രഖ്യാപനം അത് വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത്? അങ്ങനെയാണോ? മഞ്ജുഷേ, രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യമോ സത്യമാകാൻ പാടുള്ളൂ. അതായത് പ്രസിഡന്റ് ട്രംപിന്റെ വാചകം തന്നെ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ, അമേരിക്കയിൽ തന്നെ കടമെടുക്കുകയാണെങ്കിൽ, അദ്ദേഹം ഫ്യൂ മന്ത്സിന് മുമ്പ് ഇവിടെ ഡിക്ലെയർ ചെയ്ത, അല്ലെ വേൾഡിനോട് ഡിക്ലെയർ ചെയ്തിരുന്നായിരുന്നു ഇറാന്റെ ന്യൂക്ലിയർ ആണവശേഷി ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്നാണ്. എല്ലാ യുറേനിയവും മറ്റു കാര്യങ്ങളും ബോംബും എല്ലാം നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അത് കംപ്ലീറ്റ് ഡിവാസ്റ്റേഷൻ എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ദിവസം മുമ്പ്, അതിൻ്റെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ബിൽഡപ്പ് കണ്ടു. നമ്മൾ ചർച്ചയിൽ ഇരുന്നപ്പം ബിൽഡപ്പ് കണ്ടു, അമേരിക്കയും സഖ്യകക്ഷികളും ബിൽഡപ്പ് ചെയ്ത് കണ്ടു. അതിനുശേഷം ഇന്നലെ ടോണ് മാറിയത്, ഈ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനകത്ത് വന്നപ്പം ഒരു സ്റ്റേറ്റ് ഓഫ് ദ യൂണിയനകത്ത് ഒരു ടോൺ ഉണ്ടായിരുന്നു, ഒരു ഇൻഡിക്കേഷൻ തന്നിരുന്നു. എന്നാൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈല് ഏത് മൊമെന്റിലും ഏത് നിമിഷവും അമേരിക്കയിൽ വരാം, ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നാണ് പറഞ്ഞത്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നെങ്കിൽ അന്ന് പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞത് തെറ്റാണ്. ഇത് ഏതെങ്കിലും ഒന്നോ ശരിയാകത്തുള്ളൂ. വ്യത്യസ്തമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. 6 കാര്യങ്ങളുണ്ട്. സാധാരണ ഒരു ഇതിനു മുമ്പ് വെനസ്വേലയിൽ നടന്നു, അല്ലെങ്കിൽ ഇറാഖിൽ നടന്നു, അല്ലെങ്കിൽ മറ്റു പല കഴിഞ്ഞ ഫ്യൂ മന്ത്സ് മുമ്പ് ഇസ്രായേൽ ഇറാഖിനെ പോയി സ്ട്രൈക്ക് ചെയ്തപ്പോഴും അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 5-6 കാര്യങ്ങൾ ഇത്തവണത്തെ ഒരു വ്യത്യസ്തമായിട്ട് പറയാനുണ്ട്. ഒന്ന്, ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെനിസ്വേലയിൽ പോയപ്പോഴോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇസ്രായേൽ ഇറാന്റെ അടുത്ത് പോയപ്പോഴോ ഒന്നും ട്രംപ് ഓപ്പൺലി ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പൊ ഇത്തവണ ഒരു ഡിക്ലറേഷൻ വന്നു, കൈൻഡ് ഓഫ് ഒരു ഓപ്പൺ ഡിക്ലറേഷൻ. വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സറണ്ടർ ഇമ്മീഡിയറ്റ്ലി, റവല്യൂഷണറി ഗാർഡ്, പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇമ്മീഡിയറ്റ്ലി സറണ്ടർ ചെയ്യുക, സറണ്ടർ ചെയ്യുവാണെങ്കിൽ വി വിൽ ടേക്ക് കെയർ ഓഫ് യു എന്നുള്ള ഒരു ഡയറക്റ്റ് ആഹ്വാനം അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് വരുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, സാധാരണഗതിയിൽ US കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുമ്പം സാധാരണ പ്രസിഡന്റിന്റെ ഒരു വേർഡ് എന്ന് പറയുന്നത് അത് സഡൻ ഇമ്മീഡിയറ്റ് സ്ട്രൈക്ക് ചെയ്ത് പോരുക എന്നുള്ളതാണ്. അതായത് ഒരു രാത്രി കൊണ്ട് തീരുന്ന, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീരുന്ന ആ ഒരു രീതിയിലായിരിക്കും ഒരു മെസ്സേജ് വരുന്നത്. എന്നാൽ ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ മെസ്സേജ് മാസീവ് എന്ന് മാത്രമല്ല, മാസീവ് ആൻഡ് ഓൺ ഗോയിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് എങ്ങോട്ടേക്കാണ് ലീഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാണ്ടിരിക്കുന്നത്. മൂന്നാമത്തേത്, ആദ്യമായിട്ടാണ് പ്രസിഡന്റ് ട്രംപ് ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നത്, അമേരിക്കൻ ലൈഫും ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനിയും നഷ്ടപ്പെട്ടേക്കാം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എപ്പോഴും ഒരു ഭരണാധികാരി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാറില്ലായിരുന്നു. ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു വേർഡ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണു എന്നൊരു ശ്രദ്ധേയമാണ്. നാലാമത്തേത്, ആദ്യമായിട്ടാണ് സാധാരണഗതിയിൽ മിലിറ്ററി സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മിലിറ്ററി സെന്ററിൽ അല്ലെങ്കിൽ മിസൈലുകളൊക്കെ ഉള്ള അവിടെയൊക്കെ പോയി സ്ട്രൈക്ക് ചെയ്യും, ലീഡേഴ്സിനെ സ്ട്രൈക്ക് ചെയ്യും, അങ്ങനെയുള്ള വന്നാലും ആദ്യത്തെ ദിവസം തന്നെ സ്കൂൾ കുട്ടികൾ നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 40 ഇപ്പൊ 51 ആയി എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റിട്ടാലിയേഷൻ. സാധാരണഗതിയിൽ ഇറാന് റിട്ടാലിയേറ്റ് ചെയ്യുമ്പം ഇസ്രായേലിലേക്ക് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ ഇത്തവണ അമേരിക്കൻ അസറ്റ്സ് എവിടെയൊക്കെ ഉണ്ടോ അത് ഇവിടുന്ന് ഊഹമുണ്ടായിരുന്നു. അതായത് ട്രംപും വാണിംഗ് തരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ചർച്ചയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത്തവണ മേ ബി ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഇറാന് ഇസ്രായേലിലേക്ക് മാത്രമായിരിക്കത്തില്ല, അമേരിക്കൻ അസറ്റ്സ് ഗൾഫ് റീജിയനിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആക്രമിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾക്ക് കാണാൻ പറ്റി. ഇപ്പൊ കുവൈറ്റിൽ, അബുദാബിയില്, ബഹ്റൈനിലും സൗദിയിലും ഒക്കെ മിസൈലിന്റെ കഷ്ണങ്ങൾ വന്നു എന്ന്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇതൊരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് നീങ്ങില്ല എന്ന് നമുക്ക് ആശ്വസിക്കാമെന്ന് തോന്നുന്നു, ഇല്ലേ? ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ എന്തായാലും ഈ ഒരു ആക്രമണം തുടരുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണിത്. അത്രമേൽ സമ്മർദ്ദം ഗൾഫ് രാജ്യങ്ങളുടേതായിട്ട് വരും ഇങ്ങോട്ട്, അല്ലെ? അതുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അമേരിക്ക ഒരു കാര്യം അതിനകത്ത് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ അമേരിക്ക ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വരുമ്പം ലോകത്തിലുള്ള ഒരു 90% രാജ്യങ്ങൾ, ഇൻക്ലൂഡിംഗ് യൂറോപ്പ്, കാനഡ ഉൾപ്പെടെ, ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് അൺഈക്വലി പെട്ടെന്ന് സപ്പോർട്ട് ചെയ്ത് കയറാറുണ്ട്. പക്ഷെ ഇത്തവണ ഒരു മിക്സ്ഡ് റിയാക്ഷൻ ആണ് ഇവിടെ നിന്നുള്ള ഒബ്സർവേഷൻ വരുന്നത്. എന്നാൽ ഇതൊന്നും ഈ ട്രംപിന്റെ ആക്ഷനെ പിന്തിരിപ്പിക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം എന്താണോ ടാർഗറ്റ് ചെയ്യുന്നത്
അത് നേടിയെടുക്കും എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഇൻഡിക്കേഷനും വരുന്നുണ്ട്. കാരണം ഓൾറെഡി ഖമനിയുടെ ആ ബംഗ്ലാ പാലസിന്റെ അടുത്തൊക്കെ ബോംബ് വീണെന്നും അവിടുത്തെ ചിത്രങ്ങളൊക്കെ ഇവിടുത്തെ മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ കാഷ്വാലിറ്റീസ് അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാൽ മിക്സ്ഡ് റിയാക്ഷൻ ആണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ തവണത്തെ പോണക്ക് ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു ഓപ്പറേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുമ്പേ ഷാബു പ്രസാദ് പറഞ്ഞോട് ഞാൻ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഇറാന് ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അവരുടെ ആയുധങ്ങൾ കുറവായിട്ടുണ്ട്, റീപ്രൊഡക്ഷൻ അത്രയും വന്നിട്ടില്ല. ചൈനയും റഷ്യയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം വെർബൽ കമ്മിറ്റ്മെന്റുകളാണ്. സപ്ലൈ ഒന്നും വന്നതായിട്ട് നമുക്ക് അറിവില്ല, അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സ് അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് അറിവില്ല. മൂന്നാമത്തേത്, ഓൾറെഡി മിലിറ്ററി ബേസ് അല്ലെങ്കിൽ കുറെ ലീഡേഴ്സ് ഒക്കെ ഓൾറെഡി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് കുറെയൊക്കെ നശിച്ചു കഴിഞ്ഞു. അതിന്റെ ഇറാൻ അതിന്റെ വീക്കസ്റ്റ് ഏരിയയിലാണ്. എങ്കിൽ പോലും അവര് ഒരു വാസ്റ്റായിട്ട് തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളൂടെയാണ് എനിക്ക് മഞ്ജുഷ ഇവിടുന്ന് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.